ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്നില്ലേ ഉച്ചക്കേക്കത്തുള്ള ലഞ്ച് ചോറില്ലേ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. ചോറ് ഞാൻ വെച്ചത് തന്നെ ഈ ഹോട്ട് ബോക്സിൽ ഒരു 12-12:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉച്ചക്കേക്ക് ഭക്ഷണം വേണ്ടായിരുന്നു. കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് തന്നെ കുറച്ച് നേരമായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഉച്ചക്കേക്കൊന്നും വേണ്ടാന്ന്. പിന്നെ കുട്ടികൾക്ക് ഞാനിന്ന് കാലത്തെ ലഞ്ചിക്ക് ഒരു അഡർ ചിക്കൻ കറി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു റിച്ചി ചിക്കൻ കറി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വലിയ പീസസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് വൈകിട്ടത്തേക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വലിയ വലിയ പീസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് ഞാൻ കഴിച്ചിട്ടില്ല. കാരണം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് നേരം കുറേ ആയിട്ടായിരുന്നു കഴിച്ചത്. ഇനിയിപ്പോൾ ഈ ചോറൊന്ന് എടുത്തിട്ട് വാർത്ത് കൊടുക്കാം. പിന്നെ ഇല്ലേ ഞാൻ വാർക്കുന്നതില്ലേ ഒരു ട്രിക്സിലാണ് കേട്ടോ. കാരണം ആദ്യം ഇത് നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുക, ഇതിൻ്റെ മൂടി തുറന്നിട്ടില്ല. ആ വെള്ളം ആദ്യമേ ഇങ്ങനെ ഒന്ന് നമ്മുടെ ആ വെള്ളം അരിച്ചെടുക്കുന്ന പാത്രത്തിലോട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കും. അതിൽ നിന്ന് എല്ലാ വെള്ളം അങ്ങോട്ട് കളഞ്ഞതിന് ശേഷം ആ മൂടി വെച്ചിട്ടില്ലേ പിന്നെയാണ് ഈ ചട്ടി ഞാൻ കമഴ്ത്തിയിടാൻ പോകുന്നത്. അപ്പോൾ എനിക്കിതിൽ എന്താണെന്നുള്ളത് ഇങ്ങനെ മൂടി വെച്ചിട്ട് നമ്മളിങ്ങനെ വാർത്ത് കൊടുക്കുമ്പോൾ ഇല്ലേ അങ്ങൊന്നും ഇങ്ങൊന്നൊക്കെ പുക പോയിട്ട് നമുക്ക് കയ്യിലോട്ടൊക്കെ ഇങ്ങനെ നല്ല ചൂടാവാറുണ്ട്, ആവിയൊക്കെ കയറിയിട്ട്. പക്ഷേ ഇങ്ങനെ ആദ്യമേ വെള്ളം കുറച്ച് ഊറ്റി കൊടുത്താലേ ഈ ആവി കയറുന്ന പരിപാടി അതിലുണ്ടാവില്ല. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചോറ് വാർത്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിക്കന് ഞാൻ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കണം എന്നിട്ട് അപ്പം ഞാൻ ചപ്പാത്തി ഷവർമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആണെങ്കിലേ ഞാൻ ഈ ചിക്കൻ കറി നമ്മുടെ ബിരിയാണിക്കൊക്കെ ഇടുന്ന ബരിസ്റ്റ ഇല്ലേ അതും തേങ്ങയും കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് ഉള്ളിയും തക്കാളിയും നല്ലോണം മാഷാക്കിയിട്ടാണ് ഞാനിതിൽ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് ബട്ടർ ചിക്കൻ കറിയുമല്ല, എന്നാൽ ചിക്കൻ കറിയുമല്ല. അങ്ങനെ ആയതുകൊണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഒരു റിച്ചി ചിക്കൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഗ്രേവി ബാക്കിയുണ്ട്. അപ്പോൾ ആ ഗ്രേവിയിലോട്ട് തന്നെ കുറച്ച് ഉള്ളി ഞാൻ ഫ്രൈ ആക്കിയിട്ട് ഇടുന്നുണ്ട്. എന്നാൽ അധികം ഉള്ളി ഫ്രൈ ആക്കുന്നില്ല. എന്നാൽ ഒരു മുറിഞ്ഞ ഒരു പരിവാക്കിയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെയാണ് ആക്കിയിട്ട് എടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ ഈ ചിക്കനില്ലേ ഇപ്പോൾ തീ ഓഫാക്കിയിട്ടില്ല, തീ നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ചിക്കനൊക്കെ നല്ലോണം കൈ കൊണ്ടാണ് ഇങ്ങനെ ചിക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ വീണ്ടും ഒന്നുകൂടി ഫ്രൈ ആക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചിക്കനും ഉള്ളിയില്ലേ അതൊന്ന് ഞാൻ ഈ കുറച്ച് ഗ്രേവി ബാക്കിയുണ്ടെന്ന് പറഞ്ഞില്ലേ അതിലോട്ട് ഇട്ടിട്ട് ഈ ഗ്രേവി മൊത്തം അങ്ങോട്ട് ആരിപ്പിച്ചിട്ടാണ് എടുത്തത്. എന്നാൽ ഇതിനൊക്കെ ആ വെള്ളമൊക്കെ വറ്റിച്ചിട്ടാണ് എടുത്തിട്ടത്. നല്ല ഒരു തിക്നെസ് ആക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് വരെ ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനൊന്ന് ഫ്രൈ ആക്കിയാൽ മതി. എല്ലാം ഗ്രേവിയും നമുക്ക് അവിടെ എല്ലാം ആറിപ്പോവും കേട്ടോ, ഒന്ന് ആവിയായി പോയിക്കോളും. എന്നിട്ട് ഇതിലോട്ട് മയോണൈസും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് മുമ്പ് ഞാൻ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാൻ പോവാം. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവ് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടില്ലേ ചപ്പാത്തി നല്ല തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത്. നോർമൽ ചപ്പാത്തിയെ പോലെ നല്ല പൊങ്ങിച്ചിട്ട് അങ്ങോട്ട് എടുക്കുന്നില്ല. എന്നാൽ ഒരു ഭാഗമൊക്കെ പൊങ്ങും, മറ്റേ ഭാഗത്ത് പൊങ്ങില്ല. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു ക്രിസ്പിനെസ്സും ഉണ്ടാവും, സോഫ്റ്റ്നെസ്സും ഉണ്ടാവും. അതുപോലത്തെ ഒരു ചപ്പാത്തിയാണ് എടുത്തെടുക്കുന്നത്. എത്ര നിങ്ങൾക്ക് തിന്നാക്കിയിട്ട് പരത്താൻ പറ്റുന്നുണ്ടോ അത്രയും തിന്നാക്കിയിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് നോർമൽ ചപ്പാത്തിയൊക്കെ ചുടുമ്പോൾ ചുട്ടെടുക്കുക. ചുടുമ്പോൾ ഒരു സൈഡ് നല്ല അവിടെ ഇങ്ങനെ ഒന്ന് പൊങ്ങി വരും. അല്ലാത്ത ഭാഗം അങ്ങനെ തന്നെ ഒരു ക്രിസ്പിനെസ് പോലെ ഉണ്ടാവും. അങ്ങനത്തെ ചപ്പാത്തിയാണ് കേട്ടോ വേണ്ടത് ഇതിലോട്ട്. എന്നിട്ട് ഇതിലേക്ക് മയോ ആഡ് ആക്കുന്നുണ്ട്. മയോ എനിക്ക് എത്ര ഇഷ്ടമാണ് അത്രയും. കുറച്ച് മയോ മതി എന്നുണ്ടെങ്കിലും കുറച്ച് മയോ മതി. ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം മയോ ഇട്ട് കൊടുത്തു. പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടി മയോ ഇട്ട് കൊടുക്കാം. കാരണം ഇത് ചപ്പാത്തിയല്ലേ, കുബൂസൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിലോട്ട് കുറച്ചും കൂടി മയോ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. കാരണം എൻ്റെ കുട്ടികൾക്കൊക്കെ എന്തായാലും എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആയിരിക്കും, മയോ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ ഇല്ലേ എൻ്റെ അടുത്ത് തന്നെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ആയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ, ഈ പ്രിപ്പയറൊക്കെ ചെയ്യുമ്പോൾ. ഇന്നിത് ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടി ആയിട്ടുണ്ട്. നമുക്ക് അവർ വന്ന പാടാൻ ഇങ്ങനെ ചോറും അല്ലാതെ ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റ്, പാൽ അങ്ങനെ എന്തെങ്കിലുമല്ലേ എല്ലാവരും കൊടുക്കാറ്. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ടൈപ്പിലായിട്ടോ അല്ല ഒരു ഡിന്നർ ടൈപ്പിലായിട്ടോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഹെവിയാവും, അവരുടെ വയറും നിറയും, ഹെൽത്തിയും ആവും. അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് വരുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും വൈൻഡപ്പ് ആക്കാം. താങ്ക് യു, ടേക്ക് കെയർ.